وقال اركبوا فيها بسم الله مجريها ومرساها إن ربي لغفور رحيم. നൂഹ് പറഞ്ഞു, കപ്പലിൽ കയറുവിൻ, അതിന്റെ സഞ്ചാരവും നങ്കൂരമിടലും അല്ലാഹുവിന്റെ നാമത്തിലത്രേ. എന്റെ റബ്ബ് ഏറെ പൊറുക്കുന്നവനും ദയാപരനുമല്ലോ. ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ യഥാർത്ഥ അടയാളം. അവൻ ഈ കാര്യകാരണ ലോകത്ത് ഭൂമിയിലെ മറ്റെല്ലാ മനുഷ്യരും ചെയ്യുന്നത് പോലെ പ്രകൃതി നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. പക്ഷേ സ്വയം ഭരമേൽപ്പിക്കുന്നത് ഈ ആസൂത്രണത്തിന്മേലല്ല, അല്ലാഹുവിലാണ്. അല്ലാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും ഉദ്ദേശ്യവുമില്ലാതെ ഒരു കാര്യവും ശരിയാം വണ്ണം തുടങ്ങാനോ നേരെ നടത്താനോ ഉദ്ദിഷ്ട ലക്ഷ്യത്തിലെത്തിക്കാനോ സാധ്യമല്ലെന്ന് അവന് നന്നായി അറിയാം. وهي تجري بهم في موج كالجبال ونادى نوح ابنه وكان في معزل يا بني اركب معنا ولا تكن مع الكافرين. കപ്പൽ അവരെയും കൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു. പർവ്വതങ്ങൾ പോലെ തിരകൾ ഉയരുന്നുണ്ടായിരുന്നു. നൂഹിന്റെ പുത്രൻ മാറി നിൽക്കുകയായിരുന്നു. നൂഹ് അവനെ വിളിച്ചു, മകനെ, ഞങ്ങളുടെ കൂടെ കപ്പലിൽ കയറുക, നിഷേധികളോടൊപ്പമാകാതിരിക്കുക. قال سآوي إلى جبل يعصمني من الماء قال لا عاصم اليوم من أمر الله إلا من رحم وحال بينهما الموج فكان من المغرقين. അവൻ പറഞ്ഞു, ഞാനിതാ ഒരു മലയിലേക്ക് കയറാൻ പോകുന്നു, അതെന്നെ പ്രളയത്തിൽ നിന്ന് രക്ഷിച്ചുകൊള്ളും. നൂഹ് ഉപദേശിച്ചു, ഈ ദിനം അല്ലാഹുവിന്റെ വിധിയിൽ നിന്ന് രക്ഷിക്കുന്ന യാതൊന്നുമില്ല, അവൻ തന്നെ വല്ലവർക്കും കാരുണ്യമരുളിയാലല്ലാതെ. അപ്പോഴേക്കും ഒരു തിര അവർക്കിടയിൽ മറയിട്ടു. അവൻ മുങ്ങി നശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്തു. وقيل يا أرض ابلعي ماءك ويا سماء أقلعي وغيض الماء وقضي الأمر واستوت على الجودي وقيل بعدا للقوم الظالمين. അരുളപ്പാടുണ്ടായി, ഓ ഭൂമി, നിന്റെ വെള്ളമൊക്കെയും വിഴുങ്ങുക, ആകാശമേ നിർത്തുക. അങ്ങനെ വെള്ളം ഭൂമിയിൽ വറ്റിപ്പോയി. തീരുമാനം നടപ്പാക്കപ്പെട്ടു. കപ്പൽ ജൂതി പർവ്വതത്തിന്മേൽ ചെന്നണഞ്ഞു. ധിക്കാരികളായ ജനങ്ങൾക്ക് നാശം എന്ന് വിളിയാളവുമുണ്ടായി. ജൂതി പർവ്വതം കുർദിസ്ഥാൻ പ്രദേശത്ത് ഇബ്നു ഉമർ ദ്വീപിന്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പേടകം തങ്ങിയ സ്ഥലത്തിന്റെ പേര് അറാറാത്ത് എന്നാണ് ബൈബിളിൽ പറയുന്നത്. അർമീനിയയിലെ ഒരു പർവ്വതത്തിനും പർവ്വതനിരകൾക്കും ഈ പേരുണ്ട്. അറാറാത്ത് എന്ന് പറയുന്ന ഈ പർവ്വതനിര അർമീനിയൻ പീഠഭൂമി മുതൽ തെക്ക് കുർദിസ്ഥാൻ വരെ നീണ്ടുകിടക്കുന്നു. ഈ മലനിരയിൽപ്പെട്ട ഒരു പർവ്വതമാണ് ജൂതി പർവ്വതം. ഇന്നും അത് ആ പേരിൽ തന്നെ അറിയപ്പെടുന്നു. പേടകം തങ്ങിയത് അവിടെയാണെന്നാണ് പുരാതന ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നത്. ക്രിസ്തുവിനു മുമ്പ് ബാബിലോണിയയിലെ ഒരു മതനേതാവായിരുന്ന ബേറാസസ് പഴയ കാൽഡിയൻ കഥകളെ അടിസ്ഥാനപ്പെടുത്തി തന്റെ നാടിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം നൂഹിന്റെ പേടകം തങ്ങിയത് ജൂതി പർവ്വതത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നു. അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനായ അബിഡനൂസ് തന്റെ ചരിത്രഗ്രന്ഥത്തിലും ഈ വസ്തുത സ്ഥിരീകരിച്ചിട്ടുണ്ട്. തന്റെ കാലത്തെ സ്ഥിതിഗതികൾ വിവരിച്ചുകൊണ്ട് ഇറാഖിലെ നിരവധി ആളുകളുടെ പക്കൽ പ്രസ്തുത പേടകത്തിന്റെ കഷ്ണങ്ങളുണ്ടെന്നും രോഗമുക്തിക്കു വേണ്ടി അവരത് അരച്ചു കുടിക്കാറുണ്ടെന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അനുസ്മരിച്ച പ്രളയം ലോകവ്യാപകമായ പ്രളയമായിരുന്നോ, അതല്ല നൂഹിന്റെ ജനത താമസിച്ചിരുന്ന സ്ഥലത്തു മാത്രം പരിമിതമായിരുന്നോ? ഇന്നുവരെ ഖണ്ഡിത തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത പ്രശ്നമാണിത്. ഇസ്രായേലി കഥകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ധാരണകൾ അത്രയും പ്രളയം ആഗോള വ്യാപകമായിരുന്നുവെന്നാണ് ഉൽപ്പത്തി 7:18-24 വാക്യങ്ങൾ നൽകുന്ന വിവരം.
ഖുർആൻ പക്ഷേ അതേപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ശേഷമുള്ള മനുഷ്യപരമ്പര പേടകത്തിൽ നൂഹിന്റെ കൂടെ രക്ഷപ്പെട്ടവരുടെ സന്താനങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന് ഖുർആനിലെ സൂചനകളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രം പ്രളയം ആഗോള വ്യാപകമായിരുന്നുവെന്ന് വരണമെന്നില്ല. കാരണം അന്ന് പ്രളയം ബാധിച്ച സ്ഥലങ്ങളിൽ മാത്രമേ മനുഷ്യവാസമുണ്ടായിരുന്നുള്ളൂവെന്നും അതിനുശേഷം അവരുടെ സന്താന പരമ്പരയിലൂടെ വംശവർധന സാധിച്ചാണ് മറ്റിടങ്ങളിൽ മനുഷ്യൻ വ്യാപിച്ചതെന്നും വരാമല്ലോ. താഴെ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഈ സിദ്ധാന്തത്തെ ബലപ്പെടുത്തുന്നു. ഒന്ന്, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് പ്രദേശങ്ങളിൽ ഒരു ഭയങ്കര പ്രളയമുണ്ടായതിന്റെ അടയാളങ്ങൾ ചരിത്രരേഖകളിൽ നിന്നും പുരാതന അവശിഷ്ടങ്ങളിൽ നിന്നും ഭൂഗർഭ ഗവേഷണങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. പക്ഷേ മറ്റ് ഭൂവിഭാഗങ്ങളിൽ നിന്നൊന്നും ആഗോള വ്യാപകമായ ഒരു പ്രളയമുണ്ടായതായി വിശ്വസിക്കാവുന്ന തരത്തിലുള്ള തെളിവുകൾ ലഭിക്കുന്നില്ല. രണ്ട്, ഒരു ഭയങ്കര പ്രളയത്തെപ്പറ്റിയുള്ള പുരാണ ഇതിഹാസങ്ങൾ ഭൂലോകത്തുള്ള മിക്ക ജനവിഭാഗങ്ങൾക്കിടയിലും പ്രചാരത്തിലുണ്ട്. ഓസ്ട്രേലിയ, അമേരിക്ക, ന്യൂ ഗിനി തുടങ്ങിയ ദൂരദേശങ്ങളിൽ പോലും ഈ ജനങ്ങളുടെയെല്ലാം പൂർവ്വപിതാക്കൾ മുമ്പേതോ കാലത്ത് ഒരേ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മാത്രമല്ല അവിടെയാണ് പ്രളയം ബാധിച്ചതെന്നും പിന്നീട് അവരുടെ സന്താന പരമ്പരയിലുള്ളവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിക്കുകയായിരുന്നുവെന്നും അതുകൊണ്ടാണ് അതേപ്പറ്റി എല്ലാവരും അനുസ്മരിക്കുന്നതെന്നും മനസ്സിലാക്കാം. സൂറ അൽ അറാഫ് 59-ാം സൂക്തത്തിന്റെ വിശദീകരണം കൂടി ശ്രദ്ധിക്കുക. ونادى نوح ربه فقال رب إن ابني من أهلي وإن وعدك الحق وأنت أحكم الحاكمين. നൂഹ് നാഥനെ വിളിച്ചു പ്രാർത്ഥിച്ചു, നാഥ, എന്റെ പുത്രൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനാകുന്നു. നിന്റെ വാഗ്ദാനം സത്യവുമാണ്. നീ വിധികർത്താക്കളിൽ ഏറ്റവും ഉന്നതനും ഉത്കൃഷ്ടനുമല്ലോ. അതായത് ഈ അത്യാപത്തിൽ നിന്ന് എന്റെ കുടുംബാംഗങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് നീ വാഗ്ദാനം ചെയ്തിരുന്നു. എന്റെ മകനും എന്റെ കുടുംബാംഗങ്ങളിൽപ്പെട്ടതു തന്നെ. അതിനാൽ നീ അവനെയും രക്ഷിക്കണമേ. എന്നാൽ നിന്റെ തീരുമാനം അന്തിമ വിധിയാണ്. നീ തീരുമാനിക്കുന്നതെന്തും കണിശമായ അറിവോടും പൂർണ്ണമായ നീതിയോടും കൂടി മാത്രമേ ആവുകയുള്ളൂ. قال يا نوح إنه ليس من أهلك إنه عمل غير صالح فلا تسألن ما ليس لك به علم إني أعظك أن تكون من الجاهلين. മറുപടിയായി അരുൾ ചെയ്തു, അല്ലയോ നോഹേ, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. നിശ്ചയം അവൻ ഒരു ദുഷ്കർമ്മമാകുന്നു. യാഥാർത്ഥ്യമെന്തെന്നറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നീ എന്നോട് അപേക്ഷിക്കരുത്. അവിവേകികളെപ്പോലെ ആയിപ്പോകരുതെന്ന് ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. ഒരു വ്യക്തിയുടെ ഏതെങ്കിലും അവയവം ചീഞ്ഞുപോയെന്ന് വിചാരിക്കുക. ഡോക്ടർ ആ അവയവം മുറിച്ചു കളയണമെന്ന് തീരുമാനിക്കുന്നു. ഈ സന്ദർഭത്തിൽ അതെന്റെ ഒരവയവമല്ലേ, അതെന്തിനു മുറിച്ചു കളയുന്നുവെന്ന് അയാൾ ചോദിക്കുകയാണെങ്കിൽ ഡോക്ടറുടെ മറുപടി ഇങ്ങനെയായിരിക്കും: ഇത് ചീഞ്ഞു പോയതിനാൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമല്ല. ഈ മറുപടിയുടെ അർത്ഥം ചീഞ്ഞുപോയ ഭാഗത്തിന് നിങ്ങളുടെ ശരീരവുമായി ഒരു ബന്ധവുമില്ലെന്നല്ല, മറിച്ച് നിങ്ങളുടെ ശരീരത്തിന് യഥാർത്ഥത്തിൽ ആവശ്യമായത് ആരോഗ്യപൂർണവും പ്രവർത്തനക്ഷമവുമായ അവയവമാണെന്നും അല്ലാതെ സ്വയം ഉപയോഗശൂന്യവും മറ്റംഗങ്ങളെ കൂടി പീഡിപ്പിക്കുന്നതുമായ ചീഞ്ഞ അവയവമല്ലെന്നും മാത്രമാണ്. അതിനാൽ ഏതവയവം ചീഞ്ഞുപോയോ ശരീരധർമ്മം പരിഗണിക്കുമ്പോൾ അത് ശരീരവുമായി ബന്ധമുണ്ടായിരിക്കേണ്ടതല്ല. ഇതേ രൂപത്തിലാണ് തികച്ചും സദ്വൃത്തനായ ഒരു പിതാവിനോട് ഈ മകൻ താങ്കളുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ടവനല്ല, കാരണം കർമ്മ-ധർമ്മ വീക്ഷണത്തിൽ തികച്ചും ചീത്തയാണവൻ എന്ന് പറയുന്നത്. ഇത് മകന്റെ പുത്രപദവിയെ തന്നെ നിഷേധിക്കുകയല്ല, മറിച്ച് തികച്ചും ചീത്തയായ ഈ വ്യക്തി താങ്കളുടെ സദ്വൃത്തരായ കുടുംബാംഗങ്ങളിൽപ്പെട്ടതല്ല എന്നുമാണ് അർത്ഥം. വംശപരമായ ബന്ധമുണ്ടായിരിക്കാം, പക്ഷേ സ്വഭാവപരമായി താങ്കളുടെ കുടുംബവുമായി അവന് ഒരു ബന്ധവുമില്ല. ഇന്നിവിടെ നടക്കുന്നത് വംശീയമോ ദേശീയമോ ആയ സംഘർഷത്തിന്റെ തീരുമാനമല്ല. ഒരു ഗോത്രക്കാർ മുഴുവൻ മുങ്ങി മരിക്കുക, മറ്റൊരു ഗോത്രക്കാർ മുഴുവൻ രക്ഷപ്പെടുക, അങ്ങനെയുള്ള പ്രശ്നവുമല്ല. ഇത് വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള സംഘട്ടനത്തിന്റെ തീരുമാനമാണ്. അതിൽ സദ്വൃത്തർ രക്ഷിക്കപ്പെടുകയും ദുർവൃത്തർ നശിപ്പിക്കപ്പെടുകയും ചെയ്യും.
ഇവിടെ മകനെപ്പറ്റി ദുർവൃത്തി എന്ന പ്രയോഗം മറ്റൊരു സുപ്രധാന കാര്യത്തിലേക്ക് കൂടി ശ്രദ്ധ തിരിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ സ്വന്തം ബീജത്തിൽ നിന്നോ വയറ്റിൽ നിന്നോ പിറന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഒരുവൻ സ്വന്തം സന്താനങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്. അവൻ സദ്വൃത്തനോ ദുർവൃത്തനോ എന്ന കാര്യം ഒട്ടും പരിഗണിക്കാറില്ല. പക്ഷേ ഒരു സത്യവിശ്വാസി യാഥാർത്ഥ്യബോധമുള്ളവനായിരിക്കണം. സന്താനങ്ങളെ സംബന്ധിച്ച് അവൻ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്: പ്രകൃതി വ്യവസ്ഥയനുസരിച്ച് ചില മനുഷ്യരെ അള്ളാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരെ പോറ്റി വളർത്തി ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ ഭൂമിയിൽ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ആ ലക്ഷ്യത്തിനു വേണ്ടി തയ്യാറാക്കുകയാണ് എന്റെ ധർമ്മം. ഇനി പൂർണ്ണമായ അധ്വാന പരിശ്രമങ്ങൾക്കു ശേഷവും സത്യവിശ്വാസിയായ പിതാവിനെ ഏൽപ്പിച്ച മകൻ ആ ലക്ഷ്യത്തിന് പാകമായില്ലെങ്കിൽ, അള്ളാഹുവിന്റെ അനുസരണമുള്ള അടിമയായി മാറിയില്ലെങ്കിൽ, തന്റെ അധ്വാന പരിശ്രമങ്ങൾ അത്രയും നിഷ്ഫലമായെന്ന് ആ പിതാവ് മനസ്സിലാക്കണം. പിന്നീട് ഈ മകനുമായി മാനസികമായ ഒരു ബന്ധവും അദ്ദേഹത്തിനുണ്ടാവാൻ കാരണമില്ല. സ്വന്തം മകനോട് പോലും ഈ നിലപാടാണ് അനുവർത്തിക്കുന്നതെങ്കിൽ മറ്റു ബന്ധുക്കളോടുള്ള സത്യവിശ്വാസിയുടെ വീക്ഷണം എന്തായിരിക്കുമെന്ന് വ്യക്തം. ഈമാൻ എന്നത് ചിന്താപരവും സ്വഭാവപരവുമായ ഗുണവിശേഷമാണ്. ഈ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവന് മുഅ്മിൻ എന്ന് പറയുന്നത്. മറ്റുള്ള മനുഷ്യരോട് ഒരു മുഅ്മിന്റെ ബന്ധം ഈമാനിന്റെയും സ്വഭാവത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. രക്തബന്ധമുള്ള ഒരാൾക്ക് മുഅ്മിനിന്റെ വിശേഷണങ്ങൾ കൂടിയുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ ബന്ധു തന്നെയാണ്. ഇനി അത്തരം വിശേഷണങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഒരു മുഅ്മിൻ രക്തബന്ധത്തിന്റെ പരിധിവരെ മാത്രമേ അയാളുമായി ബന്ധപ്പെടുകയുള്ളൂ. ആ ബന്ധം ഒരിക്കലും ഹൃദയംഗമമായിരിക്കുകയില്ല. ഇനി അയാൾ ഈമാനും കുഫറും തമ്മിലുള്ള സംഘട്ടനത്തിൽ തന്റെ എതിരാളിയായി വരികയാണെങ്കിൽ ആ മുഅ്മിനിന്റെ ദൃഷ്ടിയിൽ അയാളും കാഫിറും തുല്യമായിരിക്കും. അവിവേകികളെപ്പോലെ ഇരിക്കരുത് എന്ന ഉപദേശം കണ്ടിട്ട് നൂഹ് നബിയുടെ ഹൃദയത്തിൽ ഈമാനിക ചൈതന്യം കുറവായിരുന്നുവെന്നോ ജാഹിലിയത്ത് കലർന്നിരുന്നുവെന്നോ അനുമാനിക്കാവതല്ല. യാഥാർത്ഥ്യം ഇതാണ്: പ്രവാചകന്മാരും മനുഷ്യരാണ്. അത്യുന്നതമായ മാനദണ്ഡമനുസരിച്ച് ഒരു മുഅ്മിനിനുണ്ടായിരിക്കേണ്ട പരിപൂർണതയിൽ തന്നെ സദാ നിലകൊള്ളുക സാധ്യമല്ല. ചില സന്ദർഭങ്ങളിൽ ആന്തരികമായ പ്രചോദനങ്ങളാൽ നബിമാരെ പോലുള്ള ഉന്നത വ്യക്തിത്വങ്ങളെപ്പോലും അല്പസമയത്തേക്ക് മാനുഷികമായ ദൗർബല്യങ്ങൾ സ്വാധീനിച്ചേക്കാം. പക്ഷെ ഉടനെ തന്നെ ഉദ്ദിഷ്ട നിലവാരത്തിൽ നിന്ന് താൻ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് സ്വയം ബോധ്യപ്പെടുകയോ അള്ളാഹുവിൽ നിന്ന് ബോധനം നൽകപ്പെടുകയോ ചെയ്യുന്നതാണ്. പിന്നെ ഒട്ടും അമാന്തിക്കാതെ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കുകയും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും ചെയ്യും. നൂഹിന്റെ സ്വഭാവ മഹിമയ്ക്ക് ഒരു ഉത്തമ ദൃഷ്ടാന്തമാണിത്. ജീവന് തുല്യം സ്നേഹിക്കുന്ന മകൻ കൺമുമ്പിൽ വെച്ച് വെള്ളത്തിൽ മുങ്ങിത്താഴുന്നതിനേക്കാൾ ദുഃഖകരമായ കാഴ്ച മറ്റെന്താണ്? പക്ഷേ തന്റെ മകൻ സത്യം തിരസ്കരിച്ച് അസത്യം പുണർന്നിരിക്കുകയാണെന്നും തന്റെ ബീജത്തിൽ പിറന്നു എന്നതുകൊണ്ട് മാത്രം അവനെ തന്റേതായി ഗണിക്കുന്നത് ജാഹിലിയ വികാരമാണെന്നും അള്ളാഹു ഉണർത്തിച്ചു. അപ്പോൾ ഉടനെ ഹൃദയവ്യഥ അവഗണിച്ച് ഇസ്ലാം ആവശ്യപ്പെടുന്ന വിശിഷ്ടമായ മാനസിക ഔന്നത്യത്തിലേക്ക് അദ്ദേഹം മടങ്ങുകയുണ്ടായി. قال رب إني أعوذ بك أن أسألك ما ليس لي به علم وإلا تغفر لي وترحمني أكن من الخاسرين. ഉടൻ തന്നെ നൂഹ് ബോധിപ്പിച്ചു: നാഥ, എനിക്കറിഞ്ഞുകൂടാത്ത കാര്യം നിന്നോടാവശ്യപ്പെടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. എനിക്ക് പുറത്തു തരികയും കാരുണ്യമരുളുകയും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ നശിച്ചവനായിത്തീരും. നൂഹ് നബിയുടെ പുത്രന്റെ കഥ വിവരിച്ച് അള്ളാഹുവിന്റെ നീതി എത്ര നിഷ്പക്ഷമാണെന്നും തീരുമാനം എന്തുമാത്രം നീതിനിഷ്ഠമാണെന്നും മനസ്സിൽ തറയ്ക്കും വിധം അനാവരണം ചെയ്തിരിക്കുന്നു. മക്കയിലെ മുശ്രിക്കുകൾ വിചാരിച്ചിരുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ എന്തു പ്രവർത്തിച്ചാലും അള്ളാഹു ശിക്ഷിക്കുകയില്ല, കാരണം ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ സന്താനങ്ങളും ഇന്ന ദേവീദേവന്മാരുടെ സേവകരുമാണ്. ജൂത ക്രിസ്ത്യാനികൾക്കും ഇതുപോലുള്ള ചില മൂഢവിശ്വാസങ്ങൾ ഇല്ലാതിരുന്നില്ല. നിരന്തരം കുറ്റങ്ങൾ ചെയ്യുന്ന വളരെയേറെ മുസ്ലിങ്ങൾ പോലും ഇത്തരം മിഥ്യാധാരണകളിൽ പിടിച്ചു തൂങ്ങുന്നുണ്ടല്ലോ. ഞങ്ങൾ ഇന്ന മഹാന്റെ ബന്ധുക്കളാണ്, ദൈവത്തിന്റെ നീതിയിൽ നിന്ന് അവരുടെ ശിപാർശ ഞങ്ങളെ രക്ഷപ്പെടുത്തും എന്നൊക്കെയാണ് അവരുടെ ധാരണ. പക്ഷെ ഇവിടെ നടക്കുന്നതെന്താണ്? മഹാനായ ഒരു പ്രവാചകൻ അദ്ദേഹത്തിന്റെ കരളിന്റെ കഷ്ണം കൺമുമ്പിൽ വെച്ച് പ്രളയത്തിൽ മുങ്ങിത്താഴുകയാണ്. പിടയുന്ന മനസ്സുമായി അദ്ദേഹം മകന് മാപ്പ് നൽകാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ദൈവത്തിങ്കിൽ നിന്ന് ശാപമാണ് അവനിൽ വർഷിക്കുന്നത്.
പിതാവിന്റെ പ്രവാചകത്വം പോലും ദുർവൃത്തനായ മകനെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ ഉതകുന്നില്ല. قيل يا نوح اهبط بسلام منا وبركات عليك وعلى أمم ممن معك وأمم سنمتعهم ثم يمسهم منا عذاب أليم. അരുളപ്പാടുണ്ടായി, അല്ലയോ നോഹ്, ഇറങ്ങിക്കൊള്ളുക. താങ്കൾക്കും താങ്കളോടൊപ്പമുള്ള സമൂഹങ്ങൾക്കും നമ്മിൽ നിന്ന് സമാധാനവും അനുഗ്രഹങ്ങളുമുണ്ട്. ചില സമൂഹങ്ങൾക്ക് നാം മേലിൽ താൽക്കാലികമായ ജീവിത വിഭവങ്ങൾ പ്രദാനം ചെയ്യും. പിന്നീട് അവരെ നമ്മുടെ പക്കൽ നിന്നുള്ള വേദനയേറിയ ശിക്ഷ ബാധിക്കുകയും ചെയ്യും. കപ്പൽ നിന്നിരുന്ന പർവ്വതത്തിൽ നിന്നാണ് ഇറങ്ങാൻ കൽപ്പിക്കുന്നത്. تلك من أنباء الغيب نوحيها إليك ما كنت تعلمها أنت ولا قومك من قبل هذا فاصبر إن العاقبة للمتقين. പ്രവാചകരെ, ഇത് താങ്കൾക്ക് ബോധനം നൽകിക്കൊണ്ടിരിക്കുന്ന അജ്ഞാത വൃത്താന്തങ്ങളാകുന്നു. ഇതിനു മുമ്പ് നീ അതറിഞ്ഞിരുന്നില്ല, നിന്റെ ജനവും. ആകയാൽ സഹനം അവലംബിക്കുക. അന്തിമ വിജയം ഭക്തന്മാർക്ക് തന്നെയാകുന്നു. അതായത് നൂഹിന്റെയും കൂട്ടുകാരുടെയും അവസ്ഥ അവസാനം ഏത് വിധത്തിൽ വിജയകരമായി കലാശിച്ചുവോ അതുതന്നെയായിരിക്കും താങ്കളുടെയും കൂട്ടുകാരുടെയും അവസ്ഥ. സത്യത്തിന്റെ ശത്രുക്കൾക്ക് പ്രാരംഭത്തിൽ എന്തുമാത്രം വിജയങ്ങളുണ്ടായാലും അന്തിമ വിജയം ദൈവത്തെ ഭയപ്പെടുകയും ചിന്താപരമായ വഴികേടിൽ നിന്ന് രക്ഷ നേടി സത്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ നിയമം. അതിനാൽ ഈ സമയത്ത് നിങ്ങൾ എന്തെല്ലാം വിഷമങ്ങൾ നേരിടേണ്ടി വന്നാലും, എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നാലും, നിങ്ങളുടെ പ്രബോധനത്തെ അടിച്ചമർത്തുന്നതിൽ ശത്രുക്കൾ പ്രത്യക്ഷത്തിൽ എത്രമാത്രം വിജയം വരിച്ചാലും അതിന്റെ പേരിൽ അസ്വസ്ഥചിത്തരാവരുത്. നിശ്ചയദാർഢ്യത്തോടും ക്ഷമയോടും കൂടി ചുമതലകൾ നിർവഹിച്ച് മുന്നോട്ട് നീങ്ങുക. وإلى عاد أخاهم هودا قال يا قوم اعبدوا الله ما لكم من إله غيره إن أنتم إلا مفترون. ആദുവർഗത്തിലേക്ക് നാം അവരുടെ സഹോദരൻ ഹൂദിനെ നിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലയോ ജനമേ, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുവിൻ. നിങ്ങൾക്കവനല്ലാതെ ഇലാഹില്ല. നിങ്ങൾ കേവലം കള്ളം കെട്ടിച്ചമച്ചിരിക്കുകയാകുന്നു. ഹൂദ് നബിയുടെ ചരിത്രം സൂറ അൽ ആറാഫ് 65 മുതൽ 76 വരെയുള്ള സൂക്തങ്ങളുടെ വിശദീകരണക്കുറിപ്പുകളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വ്യാജം ചമച്ചിരിക്കുകയാണ് എന്നു പറഞ്ഞതിന്റെ ആശയം ഇതാണ്: നിങ്ങൾ ആരാധിക്കുകയും അടിമപ്പെടുകയും ചെയ്യുന്ന ആരാധ്യന്മാർ യഥാർത്ഥത്തിൽ ദിവ്യത്വത്തിന്റെ ഒരു ഗുണവും ശക്തിയും ഉൾക്കൊള്ളുന്നവരല്ല. അടിമത്തവും ആരാധനയും അർപ്പിക്കാൻ ഒരർഹതയും അവർക്കില്ല. നിങ്ങൾ വെറുതെയാണ് അവരെ ആരാധ്യരാക്കി വച്ചിരിക്കുന്നത്. അവരുടെ മുന്നിൽ ആവശ്യങ്ങൾ നിരത്തിവെച്ച് നിവർത്തിക്കാൻ ആവശ്യപ്പെടുന്നതും നിരർത്ഥകമാണ്.